എന്തിനാ എന്റെ പിന്നാലെ വരണം? എനിക്കറിയാൻ കുഴിച്ചിടാൻ. ഓ പിടി പിടിക്കതേ ആളിയാ ഇത് പിടിക്ക്. ചിന്ന കുളി എടുത്ത എന്നത് பட்டிலெல்லாம் போஞ்சிருக்கு. காசு நிதியா இருக்கும். திறந்து பாரு. എന്താ ഇത്? என்னது? திறந்து பாரு, அப்பதானே தெரியும். உப்பியா? உள்ள என்ன இருக்குது அது? എന്തൊക്കെയുണ്ട്? മുളകുണ്ട്. கடவுளே, கீழே போடு. அது யாரோ மாட்டி இருக்குது நம்மள. மாட்டினா? ஆமா, அந்த கூடோத்திரம் செய்து வச்சிருதுக்கு உனக்கு என்னமோ வர்றதுக்கு ஏதோ யாரோ பண்ணி வச்சிருக்குது இது. கீழே போடு, கையை தூக்காதே. அது கூடோத்திரம் அழியாது. മിണ്ടാതിരിക്കുന്നു. பாரு, ஏதோ ஆயிட போகுது. அது தூர போடு. ഒരു കുഴപ്പമില്ല, നിനക്ക് പ്രാതാണ്. மல்லி, இத பாரு மல்லி, இங்க இந்த எலிய குளிச்சறது குழி தோண்டு போது பாரு, இந்த பட்டில பொதிஞ்சு ஏதோ ஒன்னு இருக்குது. பாரு, யாரோ மாட்டி இருக்குது இது. എന്താ ഇതില്? அது ஏன் பாத்து நிக்கிற? அங்க கலாது. ദൂരെ തൂക്കി പോട്. എന്ത് കുന്തോണെന്നാവത്? എലിയിട്. பாரலியா, யாரோ மாட்டி இருக்குது. நீ என்ன பண்றது? പോളിയാ. அழியா, இந்த குடும்பத்துக்கு ஏதோ வரப்போகுது. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? அழியா மல்லி, உங்களையே நம்ப மாட்டான். அந்த ஆளுக்கு இந்த மாதிரி ஒன்றும் விசுவாசம் இல்லை. ஆனா இது ஆரோ மாட்டி இது பாரு, பட்டில தான் பொதிஞ்சு வச்சிருக்குது. இங்க என்னமோ நடக்க போகுது. എന്നാലും ஆறாவது பார்த்து ஏதோ இது. ஐயோ, வா பாரு. இது அதுக்குதான் முன்கூட்டி நமக்கு தெரியறதுக்கு ஒரு பண்ணிட்டு இருக்குது. நீ என்னென்ன நடக்க போகுதோன்னு தெரியல. അങ്ങോട്ട് മാറിക്ക്. மல்லி, பாரு, சீக்கிரம் போய் இது எப்படி எதுன்னு விசாரிக்கணும். ஜோல்சனை பார்த்தாலும் பரவாயில்ல. உன் மாமன் இது சொன்ன அதற்கு புரியாது இதெல்லாம். வா. ഇതെന്താ രാവിലെ തന്നെ കിടക്കണേ? ഏട്ടാ, എന്തു പറ്റി? അയ്യോ, എന്താ ചൂടുണ്ടോ? എന്താ ഒരു ചെറിയ പനിക്കോട് പോലെ. ഇതെന്താ പെട്ടെന്ന് അങ്ങനെ? ഇതൊരു കാര്യം ചെയ്യ്. കുരുമുളക് ഇരിപ്പുണ്ടോ? ഉണ്ട്. നരേശം കുരുമുളകും ഒരു 2 കഷ്ണം ചുക്കും പിന്നെ തുളസിയുടെ എടുത്തോ. അതും കൂടെ ഇട്ടിട്ട് ഒരു കാപ്പിയുടെ തിളപ്പിച്ചിട്ടു. അത് കുടിച്ചാൽ മതി, മാറും. കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ട് വരാം. കർത്താവ്, കർമ്മം, ക്രിയ. ഇവിടെ ക്രിയ പ്രതിക്രിയ ആയിരിക്കുകയാണ്. ഒന്നും പുരിയില്ല എനിക്ക്. ഉനക്ക് പുരിയുതാ? പറയാം. കർത്താവ് ആരാണ് ഇത് ചെയ്തത് എന്നാണ്. പിന്നെ കർമ്മം എന്താണ് ചെയ്തത്. പിന്നെ ക്രിയ, ആ ക്രിയയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രതിവിധി. ശരി സാർ, മനസ്സിലായോ? മനസ്സിലായി. നിങ്ങളിപ്പോ സ്വന്തം ഭവനത്തിലല്ലല്ലോ താമസിക്കുന്നത്? അല്ല, വാടകയ്ക്കാ. വാടകയ്ക്കുമല്ല, വാടകയ്ക്ക് എന്ന് പറയുമ്പോൾ മുകളിലാണോ താഴെയാണോ? ഞങ്ങളൊരു വീടിന്റെ സൈഡിലായിട്ടാണ്, ചായ്പില്. നിങ്ങൾ അവിടെ താമസിക്കുന്ന കാരണം മറ്റു പലർക്കും അത് ഇഷ്ടമല്ല. നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ചെയ്ത കൂടോത്രമാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടിയത്. അവിടുത്തെ നമ്മൾ അവിടെ തക്കും. അങ്ങനെ കൂടോത്രം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ആ, കിട്ടി. ഒരു കുപ്പി കിട്ടിയല്ലോ. പട്ടില് പൊതിഞ്ഞൊരു കുപ്പി. അത് താൻ കിടച്ചത്. ആ കുപ്പിയിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളത് അറിയാമോ? അത് വന്ന് അത് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു,
പിന്നെ சாமி இந்த பச்சை கோழிமுட்டை இருக்குதுல்ல அது உடைச்சு ஊத்துன மாதிரி கொழு கொழுன்னு வெள்ளை கலர்ல அதுல மஞ்ச உருണ്ടിட்டு ஏதோ ஒன்று இருந்தது. മുളകുണ്ടായിരുന്നോ? മുളകുണ്ടായിരുന്നോ? அது தெரியல. இலை இருந்தது. இலை ഇല കറിവേപ്പിലയാ? அது தெரியாது சாமி. സവാള ഉണ്ടായിരുന്നോ? என்ன சாமி இது? சவாளையும் பச்சை மிளகெல்லாம் இருந்து முட்டை பொட்டிச்ச மாதிரி இருந்தா நான் அப்பவே பொட்டிச்சு சாப்பிட்டு இருக்குமல்ல சாமி. ഈ കുപ്പി ആർക്കാ കിട്ടിയത്? അളിയനെ. എൻ്റെ ഭർത്താവിനാണ്. ആ, എന്നാൽ ഇതിന്റെ ദോഷം മുഴുവൻ കിട്ടിയിരിക്കുന്നത് തന്റെ ഭർത്താവിനാ. എന്തെങ്കിലും ഒരു പ്രതിവിധി? പ്രതിവിധിയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ചൊവ്വ, ബുധൻ, വ്യാഴം. തിങ്കളാഴ്ച നല്ല ദിവസമാണ്. ഏത് ശുഭകാര്യവും തിങ്കളാഴ്ച ചെയ്യാൻ പറ്റും. നമുക്ക് തിങ്കളാഴ്ച ഒരു നല്ല പൂജ ചെയ്യാം. ശരി സാർ. പക്ഷേ അതുവരെയും ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവിനെ ഊണിലും ഉറക്കത്തിലും നിങ്ങൾ പുറകേ നടന്ന് പിന്തുടരണം. എതുക്ക്? ഇല്ലെങ്കിൽ അയാൾ ആരെങ്കിലേക്ക് കൊല്ലും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്നും വരും. മാത്രമല്ല അയാൾക്ക് ഭ്രാന്ത് വരെ വന്നേക്കാം. അയ്യോ, എന്നാ പിന്നെ ഇന്നെങ്ങാനും വന്നൊന്ന് ചെയ്തുകൂടെ? അങ്ങനെ പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധിയല്ലേ ഇതിനുള്ളത്. ഈ പൂജയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ പൂജ കഴിയുന്നത് വരെ നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടോ നിങ്ങളുടെ വന്നതായിട്ടോ അയാൾ അറിയരുത്. അപ്പടിയാ? ആ, ഇത് ചിലവൊക്കെ ഉള്ളതാണ്. അത് നിങ്ങൾ ചെയ്യണം. പരവായില്ല സ്വാമി, എത്ര കാശ് വേണേ തരാം. അളിയൻ രക്ഷപ്പെടണം, അവളതാ. അപ്പോൾ உங்களுக்கு വേണ്ട രക്ഷ. ആമാ, എനിക്ക് ലക്ഷം വേണം. കേട്ട തരുവിയാ? അത് അയ്യോ, ഞങ്ങൾ അത്ര കാശുകാരൊന്നും അല്ല. മോളെ, ഇതിനൊരു 10,000 രൂപയുടെ ചിലവുണ്ട്. അത് നിങ്ങൾ തരണം. 10,000? ആ, തിങ്കളാഴ്ച പൂജ ചെയ്യും. 10,000 കൊടുക്കാം. சாமி, 10,000 வந்து திங்கக்கிழமை சாமினை கூட்டிட்டு போகும்போது தர. இப்போ தட்சிணையா ஒரு 500 ரூபாய் தர. ശരി, 10,000 രൂപയ്ക്ക്. சாமி